കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ ഒരു പെൺകൊച്ചി ആ കൊച്ചിനെ ബസ്സിൽ നിന്ന് ഒന്ന് മുട്ടി എന്നുള്ള കാരണത്താൽ വീഡിയോ എടുത്തിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ പ്രചരിപ്പിച്ചു. ആ വീഡിയോയിൽ കാണിച്ചിരുന്ന ചെറുപ്പക്കാരൻ ഇന്നലെ രാവിലെ ആത്മഹത്യ ചെയ്തു. രാവിലെയാണോ രാത്രിയാണോ അറിയില്ല, ഇന്നലെ ആത്മഹത്യ ചെയ്തു. ഞാൻ ചോദിക്കട്ടെ, ഈ സമൂഹത്തിലുള്ള പെൺപിള്ളേരോട് ഞാനൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾക്ക് സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ? നിങ്ങൾ ഈ മീഡിയ ആണോ കാണുന്നത്? സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഒരു സംഭവം നിങ്ങൾക്കില്ലേ? ഈ മീഡിയ വഴിയാണോ നിങ്ങൾ നിങ്ങളുടെ സെൽഫ് പ്രൊട്ടക്ഷൻ കാണുന്നത്? നമ്മൾ ഒരാളെ തൊടാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് മാറി നിന്നിട്ട് നമുക്ക് ഓക്കെ അയാൾ അറിയാതെയാണ് ഏത് ഒരു സംഭവം ആൾക്കൂട്ടത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും നമ്മളെ പല ആൾക്കാർ പല സ്ഥലത്തും പല ആൾക്കാരും ചിലപ്പോൾ മുട്ടീന്ന് വരും, നടക്കുമ്പോൾ ഒന്ന് മുട്ടീന്ന് വരും. ഇതൊന്നും ചില ആൾക്കാർ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. ചില ആൾക്കാരുണ്ട് ഞരമ്പ് രോഗികൾ ഇതിന് വേണ്ടിയിട്ട് നടക്കുന്നത്. പക്ഷെ അതെല്ലാം ഞാൻ പറയുന്നത്, ഒരു സമൂഹത്തിൽ അറിയാതെയും അറിഞ്ഞുകൊണ്ടും പറ്റുന്ന രണ്ട് കാര്യങ്ങളില്ലേ? അറിയാതെ പറ്റുന്ന കാര്യത്തിനാണ് ഞാൻ പറയുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ പിന്നീടും അവർ നമ്മളെ ഉപദ്രവിക്കാൻ വരുവാണ്, അല്ലെങ്കിൽ നമ്മളെ മുട്ടാൻ വരുവാണ്, നമ്മളെ പിറകെ വരുവാണെങ്കിൽ നമുക്ക് പ്രതികരിക്കാം. ചേട്ടാ എന്തിനാ എന്നെ മുട്ടിയത്, അല്ലെങ്കിൽ എന്തിനാ എൻ്റെ പിറകെ വരുന്നത്? നമ്മൾക്ക് സ്വയം നമുക്ക് പ്രതികരിക്കാം. അല്ലാതെ മീഡിയ അല്ല പ്രതികരിക്കേണ്ടത്, അല്ലെങ്കിൽ നിൻ്റെ ഫോണല്ല പ്രതികരിക്കേണ്ടത്. അപ്പോൾ നിൻ്റെ കൂടെ അവിടെ ചുറ്റുമുള്ളവർ നിൻ്റെ കൂടെ ഉണ്ടാവും. അതാണ് ചെയ്യേണ്ടത്. ഇതൊന്നും ഈ കാലത്ത് എത്രയോ പ്രാവശ്യം ഇപ്പം എത്രയോ പെൺകുട്ടികളുടെ കാര്യത്തിൽ സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. നമുക്ക് നമ്മുടേതായ തീരുമാനം എടുക്കാനും നമുക്ക് നമ്മുടേതായ രീതിയിൽ പ്രതികരിക്കാനുമുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഒരു വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിന് മുന്നിൽ മൊബൈലെടുത്ത് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് കഴിഞ്ഞ് ഈ കാണുന്നവരൊക്കെ അതെടുത്ത് വിഴുങ്ങുമെന്ന് വിചാരിക്കുന്നുണ്ടോ? അത് നിങ്ങളുടെ തെറ്റിദ്ധാരണയാണ്. ഇന്നത്തെ സമൂഹത്തിലെ പെണ്ണുങ്ങളോടായിക്കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളതാണ്, സെൽഫ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞൊരു സാധനം ഫസ്റ്റ് ഉപയോഗിക്കുക. അതിൽ പറ്റുന്നില്ല എങ്കിൽ മാത്രം നമ്മൾ മറ്റൊരാളെ ആശ്രയിക്കുക.